എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, കഷ്ടതയുടെ പാഠങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുവാനും ധ്യാനിക്കുവാനുമായി ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തെല്ലാവരും ചോദിക്കുന്നതായ ചോദ്യം, ഞാൻ എന്തുകൊണ്ട് ഈ ലോകത്ത് കഷ്ടതകൾ അനുഭവിക്കണം? ഞാൻ എന്തുകൊണ്ട് ഈ ലോകത്തെ പ്രയാസങ്ങളെ നേരിടണം? അതിന് ഉത്തരവുമായിട്ട് നാം വേദപുസ്തകത്തിലുടനീളം നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് അപ്രകാരം ഒരു പാഠങ്ങളെ ദൈവം നൽകുന്നു എന്ന് മനസ്സിലാക്കുവാനും അതിൻ പ്രകാരം ഒരു പുതിയ ഉദ്ദേശത്തോടു കൂടി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ 40 ക്രിസ്ത്യാനികളെ ക്രിസ്തുവിനെ സേവിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ അനുസരിച്ചതുകൊണ്ട്, ക്രിസ്ത്യാനികൾ എന്ന പേര് എടുത്ത് അവരുച്ചരിച്ചതുകൊണ്ട് 40 ക്രിസ്ത്യാനികളെ സ്മിർണ സഭയുടെ കാലഘട്ടത്തിൽ അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ചക്രവർത്തി പിടിച്ചു. ഈ 40 പേരെയും കൊണ്ടുവന്നു. ഈ 40 പേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെന്നോണം വളരെ വിശ്വാസത്തോടും വളരെ സ്നേഹത്തോടും കൂടെ ഈ ചക്രവർത്തിയെ നേരിടുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ഈ 40 പേരോടും ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുവാൻ തക്കവണ്ണം പോവുകയാണ് എന്ന് ഈ ചക്രവർത്തി അവരോട് പറയുകയാണ്. 40 പേരും തീരുമാനിക്കുകയാണ്, ഞങ്ങൾ എന്ത് കാരണവശാലും, നിങ്ങൾ എത്രത്തോളം പ്രയാസങ്ങളെ നേരിട്ടാലും, നിങ്ങൾ എത്രത്തോളം കഠിനമായ ശോധന നേരിട്ടാലും, ഞങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ദൈവത്തെ ഞങ്ങൾ തള്ളിപ്പറയുകയില്ല. 40 പേരും ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്ത് അവർ മുൻപോട്ട് പോകുവാൻ തയ്യാറാവുകയാണ്. ഈ 40 പേരും പിടിച്ചു. ഇവർ യേശുവിനെ തള്ളിപ്പറയുവാൻ തക്കവണ്ണം തയ്യാറാകാത്തത് കൊണ്ട് ചക്രവർത്തി അതിവിചിത്രമായ ഒരു ശിക്ഷ ഇവർക്ക് നടപ്പിലാക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചു. അതികഠിനമായ തണുപ്പ് കാലമായിരുന്നു ആ സമയത്ത് അവിടെയൊക്കെയും. ഈ 40 പേരെയും രാത്രി മുഴുവനും യാതൊരുവിധമായ വസ്ത്രങ്ങളും ധരിക്കാതെ പരിപൂർണ്ണ നഗ്നരായി വെള്ളത്തിൽ നിർത്തുവാൻ തക്കവണ്ണം ചക്രവർത്തി കൽപ്പിക്കുകയാണ്. ഈ 40 പേരും കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി അവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. ഒന്ന് വസ്ത്രം ഊരുവാൻ പോലും സാധിക്കാതെ വണ്ണം അത്രത്തോളം അതികഠിനമായ തണുപ്പ് അവരെ ബാധിക്കുമ്പോൾ ഇവിടെ ഈ 40 പേരും വിശ്വാസ നിമിത്തമായിട്ട് ഇവരെ കൊല്ലേണ്ടതിന് ചക്രവർത്തി ഇപ്രകാരം അതികഠിനമായ ഒരു ശോധനയിലേക്ക്, ഒരു പീഡനത്തിലേക്ക് ഈ 40 പേരെയും തള്ളിവിടുകയാണ്. ഈ 40 പേരും ഇറങ്ങി പോകുന്നുണ്ടോ, ഇറങ്ങി ഓടുന്നുണ്ടോ? ഈ ശിക്ഷ നടപ്പാക്കുവാൻ തക്കവണ്ണം ഒരു ഭടനെ, ഒരു കാവൽക്കാരനെയും കൂടെ അവിടെ ആക്കിയിരിക്കുകയാണ്. ഈ കാവൽക്കാരൻ പടച്ചട്ട ധരിച്ചിട്ടുണ്ട്, ദേഹമാസകലം എല്ലാ വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്നു. അതിന് പുറകിലൂടെ ഒരു കമ്പിളി വസ്ത്രം. എത്രത്തോളം കാറ്റടിക്കുന്ന ആ സമയത്തൊക്കെയും ഈ ഭടൻ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി ഞെരുക്കി തീയോടുകൂടെ ചേർന്ന് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം അതികഠിനമായ തണുപ്പ്. ഇവൻ ചിന്തിക്കുകയായിരുന്നു, ഈ 40 പേർക്ക് എന്താണ് സംഭവിച്ചത്? ഇവരെന്തുകൊണ്ട് ഇപ്രകാരം ചെയ്യേണ്ടി വരുന്നു? എന്തിനു വേണ്ടിയാണ് ക്രിസ്തു എന്ന പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇവരെന്തുകൊണ്ട് തങ്ങളുടെ ജീവനെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം ഇവരിടയായിത്തീരുന്നു? ഈ ഭടൻ, ജാതീയനായ വ്യക്തി അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ 40 പേരും അവർ ഈ തണുപ്പ് സഹിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ 40 പേരും ഒരുമിച്ച് അവരുടെ കരങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ ഏറ്റവും മനോഹരമായ ആ പാട്ട് പാടുവാൻ തക്കവണ്ണം ആരംഭിച്ചു. 40 പീഡിതർ, 40 ജീവന്റെ കിരീടങ്ങൾ, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം ഞങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം ഞങ്ങൾക്ക് ലഭിക്കും എന്ന അർത്ഥമുള്ള ആ മനോഹരമായ 4 വരി പാട്ട് അവർ 40 പേരും കൈകോർത്ത് പിടിച്ച് പാടുവാൻ തുടങ്ങി. ഈ ഭടൻ ഈ പാട്ട് കേൾക്കുകയാണ്. ഈ കാവൽക്കാരൻ പാട്ട് കേൾക്കുകയാണ്. അത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പ്രത്യേകമായ ഒരു അനുഭവത്തിലേക്ക് ഈ കാവൽക്കാരനെ സ്വയം പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടു പോവുകയാണ്. ഓരോ പ്രാവശ്യം ഇത് കേൾക്കുമ്പോഴും, ഓരോ പ്രാവശ്യം പാട്ട് പാടുമ്പോഴും ഓരോരുത്തരായി തണുപ്പ് സഹിക്കുവാൻ സാധിക്കാതെ ആ വെള്ളത്തിൽ മരിച്ച് പൊങ്ങിക്കിടക്കുകയാണ്. ഓരോരുത്തരായിട്ട് മരിക്കുവാൻ തുടങ്ങി. 39, 38, 37, 35, 30, 25, 20, 15, 10, 5, 4 അങ്ങനെ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞു കൊണ്ടുവന്നു. ഓരോ പ്രാവശ്യം പാട്ട് പാടുമ്പോഴും ഓരോരുത്തർ മരിച്ചു വീഴുകയായിരുന്നു. ഒടുവിൽ 39 പേരും മരിച്ച് ആ വെള്ളത്തിൽ ഇപ്രകാരം പോയി കിടന്നു. ഒരു വ്യക്തി മാത്രം അവശേഷിക്കുകയാണ്.
ഈ സമയത്ത് ഈ 40-ാമത്തെ വ്യക്തി ഈ 39 ശരീരത്തെയും ഇപ്രകാരം നോക്കുന്നതായ സമയത്ത് അവൻ നോക്കിയപ്പോൾ 39 സഹപ്രവർത്തകർ, 39 സഹവിശ്വാസികൾ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ സമർപ്പിച്ചിരിക്കുകയാണ്. വെള്ളത്തിന് മുകളിലായിട്ട് ഇവർ മരിച്ച് പൊങ്ങിക്കിടക്കുകയാണ്. ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്തിനാ ഇനിയും താമസിക്കണം? എനിക്ക് എൻ്റെ ജീവനെ തിരിച്ചു വേണം. ഞാൻ ഈ സമയം യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിക്കയറുമെങ്കിൽ എനിക്ക് ജീവനെ എനിക്ക് തിരിച്ചു ലഭിക്കും. ഈ 39 പേരെ അതുപോലെ ആകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ 40-ാമത്തെ വ്യക്തി അവസാനം തീരുമാനിക്കുകയാണ്. അദ്ദേഹം തീരുമാനമെടുത്തുകൊണ്ട് ഈ 39 പേരെ നോക്കിക്കൊണ്ട് അവൻ വളരെ വേഗം വെള്ളം വിട്ട് കരയിലേക്ക് ഓടുവാൻ ആരംഭിച്ചു. ഓടിയതിനു ശേഷം ആ കാവൽക്കാരനോട് വിളിച്ചു പറയുകയാണ്, അല്ലയോ കാവൽക്കാരാ, എനിക്ക് മരിക്കുവാനായിട്ട് ആഗ്രഹമില്ല. ഞാൻ യേശുവിനെ തള്ളി പറയുകയാണ്. ആയതിനാൽ എനിക്ക് ധരിക്കുവാനായിട്ട് വസ്ത്രങ്ങൾ നൽകുക എന്ന് ഈ കാവൽക്കാരനോട് ഈ 40-ാമത്തെ വ്യക്തി പറയുന്നു. എന്നാൽ കാവൽക്കാരൻ ഈ ഓരോ നിമിഷവും ഓരോ പ്രാവശ്യവും ഈ പാട്ട് കേട്ടതായ സമയത്ത് ഒരു പ്രത്യേക തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ദൈവം ഈ വ്യക്തിയെ ഒരുക്കുകയായിരുന്നു. ഈ കാവൽക്കാരൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഈ 40-ാമത്തെ മനുഷ്യൻ കയറുവതായ സമയത്ത് അവനെ കണ്ട മാത്രയിൽ കാവൽക്കാരൻ പറയുകയാണ്, എനിക്ക് എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ 39 സുഹൃത്തുക്കളും 40 പീഡിതർ, 40 ജീവകിരണങ്ങൾ എന്ന് പാടുവാൻ തക്കവണ്ണയായി തീർന്നുവല്ലോ. എന്നാൽ 39 പേർ മാത്രമാണ് മരിച്ച് കിടക്കുന്നത്. 40-ാമനായി പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പടച്ചട്ടയും വസ്ത്രങ്ങളും എല്ലാം ഊരി ഈ 40-ാമത്തെ മനുഷ്യന് കൊടുത്തതിന് ശേഷം 40-ാമത്തെ പീഡിതനായി 40-ാമത്തെ വ്യക്തിയായി ഈ കാവൽക്കാരൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പാട്ടും പാടി കൈകൾ ഉയർത്തി നേരെ വെള്ളത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്ന് പാട്ടുപാടി മരിച്ചു വീഴുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഒരു യഥാർത്ഥമായ ഒരു സംഭവ കഥയാണ്. ഞാൻ സ്വയമായി ഉണ്ടാക്കി പറയുന്നതായ ഒരു കഥയല്ല, മറിച്ച് ലോകത്ത് നടന്നതായ വളരെ ദാരുണമായ പീഡന കഥകളിൽ ഒന്നാമത്തെ കഥയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പരാമർശിക്കുവാൻ കൊണ്ട് സാധിക്കും. ആ 40 പേർ, 39 പേർ മരിച്ചു വീണപ്പോൾ 40-ാമൻ കയറിപ്പോയി എങ്കിലും ആ 39 പേരുടെ വിശ്വാസത്തെ ഖനിക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു 40-ാമനെ കരയിൽ കരുതി വച്ചിരിക്കുകയായിരുന്നു. ഈ 40 പേരും ദൈവവിശ്വസ്തരായിട്ട് അവർ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, 2-ാം അധ്യായം 8-ാമത്തെ വാക്യം ചിന്തിക്കുമ്പോൾ സ്മിർന എന്ന സഭയുടെ ദൂതനായിട്ട് കർത്താവായ ദൈവം ഒരു ദൂതനെ എഴുതി അറിയിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. 2-ാം അധ്യായത്തിലും 3-ാമത്തെ നമ്മൾ നോക്കുമ്പോൾ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമായിട്ട് 7 സഭകളെയാണ് ഇവിടെ വേദപുസ്തകത്തിലൂടെ കർത്താവായ യേശു പരാമർശിക്കുന്നത്. 7 സഭകളും എപ്രകാരമുള്ള സഭകളാണ്, അവരുടെ പ്രവൃത്തി എന്താണ്, അവരുടെ വേല എന്തൊക്കെയായിരുന്നു, അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അവരുടേതായ കാര്യങ്ങളൊക്കെയും എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ സഭകളെയും കർത്താവായ യേശു ക്രിസ്തു ശോധന ചെയ്യുകയാണ്. അവരെപ്രകാരമുള്ള വ്യക്തികളാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു ശോധന ചെയ്യുകയാണ്. ഇവിടെ ഓരോ സഭയും, എഫെസോ സഭ, സ്മിർനയിലെ സഭ, പെർഗമോസിലെ സഭ, തൈഥേരിയയിലെ സഭ, സർദിസിലെ സഭ, ഫിലാദൽഫിയയിലെ സഭ, ലവോദിക്കയിലെ സഭ, ഇങ്ങനെ ഓരോ സഭയിലേക്കും ആ സഭയുടെ ദൂതിന് അനുസരിച്ച് അവിടുത്തെ വിശ്വാസികളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ ദൈവം അവരെക്കുറിച്ച് ഒരു സാക്ഷ്യം എഴുതി അറിയിക്കുകയാണ്. ഓരോ സഭയും ഓരോ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു, ഓരോ സഭയും ഓരോ സമയത്തെ സൂചിപ്പിക്കുന്നു. എഫെസോ സഭ ആദിമ സഭയായിരുന്നു, അപ്പോസ്തോലിക സഭ. AD 31 മുതൽ AD 100 വരെ എഫെസോ സഭ 1-ാമത്തെ സഭയെ അത് പ്രദാനം ചെയ്യുന്നു. എന്നാൽ 2-ാമത്തെ സഭ, സ്മിർനയിലെ സഭ, AD 100 മുതൽ AD 313 കാലഘട്ടം 2-ാമത്തെ സഭയായ സ്മിർന പ്രദാനം ചെയ്യുന്നു. ഈ സമയത്താണ് AD 100 മുതൽ 313 കാലഘട്ടമാണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതായ സമയമെന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. സ്മിർനയിലെ സഭയുടെ കാലത്താണ് ഏറ്റവും അധികം വിശ്വാസികൾ കർത്താവായ യേശുവിന് വേണ്ടി സ്വയം പീഡിപ്പിക്കപ്പെടുവാൻ, സ്വയം പീഡിതരായി കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നാം ഈ 7 സഭയും നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ 2 സഭകളോട് മാത്രമാണ് കർത്താവായ യേശുവിന് ഒരു കുറ്റവും അവരെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇല്ലാതെ ഇരിക്കുന്നത്. 2 സഭ മാത്രം. ബാക്കി എല്ലാ സഭകൾക്കും അവർക്ക് ആവശ്യത്തിലധികം കുറ്റമുണ്ടായിരുന്നു, ആവശ്യത്തിലധികം കുറവുകളുണ്ടായിരുന്നു.
കർത്താവായ ദൈവം അവരുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ശാസിക്കുകയാണ്. നീ മാനസാന്തരപ്പെടുക, നീ എവിടെയാണ് നീ അറിയുക, നിന്റെ കുറവുകൾ നീ തിരുത്തുക എന്ന് പറയുവാൻ തക്കവണ്ണം ഓരോ സഭയോടും കർത്താവായ ദൈവം തയ്യാറാവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്മിർണയിലെ സഭയോട് കർത്താവ് എഴുതുമ്പോൾ അവരെക്കുറിച്ച് ഒരു കുറ്റവും കർത്താവായ യേശുവിന് പറയുവാൻ തക്കവണ്ണം ഇല്ല എന്ന് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ അത്രത്തോളം വിശ്വസ്തരായ വ്യക്തികളായിരുന്നു. 2 സഭ, ഞാൻ നേരത്തെ പറഞ്ഞു, 2 സഭയെക്കുറിച്ച് മാത്രമാണ് കർത്താവായ യേശുവിന് ഒരു കുറ്റവും പറയുവാൻ തക്കവണ്ണം ഉണ്ടാകാതെ ഇരുന്നത്. ബാക്കി എല്ലാ സഭകൾക്കും ആവശ്യത്തിലധികം കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നു. ഓരോ സഭയെയും ആ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ ദൈവം പരാമർശിക്കുകയാണ്. അവരെക്കുറിച്ച് പഠിച്ച് അവരുടേതായ കുറവ് എന്താണെന്ന് പറഞ്ഞ് അവരെ തിരുത്തുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്മിർണ സഭയോടും ഫിലാദൽഫിയയിലെ സഭയോടും മാത്രമാണ് കർത്താവായ ദൈവത്തിന് യാതൊരു കുറ്റവും പറയുവാനുള്ള ഇല്ലാത്തത്. അവർ വിശ്വസ്തരായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു, വിശ്വസ്തരായ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിച്ചവർ ആയിരുന്നു. 8-ാമത്തെ വാക്യം പറയുന്നു, 2-ാം അധ്യായം വെളിപാട് പുസ്തകം, സ്മിർണയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവൻ്റെ കിരീടം നിനക്ക് നൽകും. വേദപുസ്തകം പറയുകയാണ്, ഞാൻ നിന്റെ കഷ്ടതയെ അറിയുന്നു. നീ എത്രത്തോളമാണ് എനിക്ക് വേണ്ടി സഹിക്കുന്നത്, നീ എത്രത്തോളം കഷ്ടതയെ നീ സഹിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവായ ദൈവം ഇവിടെ തയ്യാറാവുകയാണ്. സ്മിർണ സഭയുടെ കാലഘട്ടത്തിൽ അനേക വിശ്വാസികൾ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ സമർപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അതിലൊരു കഥയാണ് പ്രിയമുള്ളവരെ നാം ആദ്യം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ആ 39 ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ സമർപ്പിച്ചപ്പോൾ 40-ാമനായി ഒരു കാവൽക്കാരനെ ദൈവം കരയിൽ ഒരുക്കി വെച്ചിരുന്നു. അപ്രകാരമുള്ള അനേകം മനുഷ്യർ ഈ സ്മിർണ സഭയുടെ കാലത്ത് അനേകർ യേശുവിന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അനേകർ തീയിൽ ചുട്ടു കൊല്ലപ്പെട്ടു, അനേകർ സിംഹത്താൽ കടിച്ച് തിന്ന് കൊല്ലപ്പെട്ടു. എത്രത്തോളം എപ്രകാരം ക്രൂരമായിട്ട് മനുഷ്യരെ കൊല്ലുവാൻ തക്കവണ്ണം സാധിക്കുമോ അത്രത്തോളം ക്രൂരമായിട്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ കൊല്ലുവാൻ തക്കവണ്ണം ജാതിയരായ പലരും ഇടയായി തീർന്നു. എങ്കിലും പ്രിയമുള്ളവരെ, അവരെല്ലാവരും വേദപുസ്തകം പറയുകയാണ്, നിങ്ങളെ പിശാച് അപ്രകാരം തടവിലാക്കുവാൻ പോകുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുവാനായിട്ട് അവൻ പോകുകയാണ്. എങ്കിലും അപ്രകാരമാകുന്നുവെങ്കിലും നിങ്ങൾ മരണപര്യന്തം നിങ്ങളെ ജീവനെ വിടേണ്ടി വന്നാലും നിങ്ങൾ വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ്റെ കിരീടം തരാം, ഞാൻ തരാം എന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്. സ്മിർണയിലെ സഭ വളരെ വിശ്വസ്തമായ ഒരു സഭയായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവർ എത്രത്തോളം നല്ല വ്യക്തികളായിരുന്നു, വിശ്വസ്തരായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരായിരുന്നു. അവർ സഹിപ്പുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, നീ യാതൊന്നിനെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട, നീ ധൈര്യത്തോടെ ഇരിക്കുക, നീ വിശ്വാസത്തോടുകൂടി നിൻ്റെ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുക, നീ മരണപര്യന്തം ജീവനെ കൊടുക്കേണ്ടി വന്നാലും നീ വിശ്വസ്തനായിരിക്കുക. അപ്രകാരം വിശ്വസ്തനാകുന്നുവെങ്കിൽ, മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവൻ്റെ കിരീടം നിനക്ക് നൽകുവാൻ തക്കവണ്ണം എൻ്റെ പക്കലുണ്ട് എന്ന് കർത്താവായ ദൈവം സ്മിർണ സഭയുടെ ദൂതിൽ എഴുതി അറിയിക്കുകയാണ്. വീണ്ടും 11-ാമത്തെ വാക്യം പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. പ്രിയമുള്ളവരെ, കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും നടന്നു പോയവരായിരുന്നു സ്മിർണ സഭയുടെ വിശ്വാസികൾ. സ്മിർണ സഭയുടെ കാലഘട്ടത്തിലുണ്ടായ അനേക വിശ്വാസികൾ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നുപോയവരായിരുന്നു. എന്നാൽ അവരൊന്നും വിശ്വാസത്തെ ത്യജിച്ച് ഓടിപ്പോകുവാൻ, മാറി ഒളിക്കുവാൻ തക്കവണ്ണം അവരാരും തയ്യാറായില്ല. എത്രത്തോളം വ്യക്തികൾ ക്രിസ്തുവിനോട് മരിക്കുവാൻ തയ്യാറായോ അത്രത്തോളം മനുഷ്യർ വീണ്ടും വിശ്വസിക്കുവാൻ തക്കവണ്ണം സ്വയം തീരുമാനിക്കുകയായിരുന്നു. അപ്രകാരം തീരുമാനിക്കുന്നതിലൂടെ ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ പ്രാപ്തരാക്കുകയായിരുന്നു. നാം ഇന്ന് ചിന്തിക്കുക,
നമ്മെ എല്ലാവരെയും ആ ജീവന്റെ കിരീടം നൽകി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ആ സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആ 40ാമത്തെ വ്യക്തിയെ പോലെ 39 പേരും മരണപ്പെട്ട് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നതായ സമയത്ത് ആ 39 ജഡങ്ങളെ നോക്കിക്കൊണ്ട് നിരാശനായി ഓടിപ്പോകുവാൻ തക്കവണ്ണം അവസാന നിമിഷത്തിൽ ഈ 40ാമത്തെ വ്യക്തി സ്വയം തീരുമാനിക്കുകയാണ്. 39 പേര് മരിക്കുന്നതായ സമയം വരെയും പിടിച്ചു നിന്നതായ ഒരു വ്യക്തി, അതുവരെയും സകലവും സഹിച്ച ഒരു വ്യക്തി, അവസാന നിമിഷം പടിക്കൽ കലമുടയ്ക്കുന്നത് പോലെ വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോകുന്ന 40ാമനാകുവാനായിട്ടാണോ നിങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നത്? നാം അപ്രകാരം മാറിപ്പോകുവാൻ സ്വയം തീരുമാനിച്ചാൽ 40ാമനെ ദൈവം കൂട്ടിവരുത്തും. ദൈവം ഒളിച്ചു വച്ചിരിക്കുന്നു. അവൻ വന്ന് നമ്മുടെ സ്ഥാനം ഏറ്റെടുക്കുകയും നമ്മുടെ സ്വർഗീയമായ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ നമ്മൾ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം എപ്രകാരമുള്ളവരാണ്? നാം അപ്രകാരം അന്ത്യത്തോളം വിശ്വസ്തനായിരുന്നിട്ട് ഒടുവിൽ ഏറ്റവും അവസാനം ഏറ്റവും വാതിൽക്കെത്തിയതായ സമയത്ത് നാം പിന്തിരിഞ്ഞോടുവാൻ തക്കവണ്ണം മനസ്സൊരുക്കത്തോടുകൂടി ജീവിക്കുന്നവരാണോ? നാം എല്ലാവരും ആ ജീവന്റെ കിരീടം പ്രാപിക്കണമെന്ന് കർത്താവായ ദൈവം നമ്മിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളെല്ലാവരും എപ്രകാരമാണ്? കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. എങ്കിലും നാം വിശ്വസ്തരായി ജീവിച്ചാൽ ജീവകിരീടം നിങ്ങൾക്കായി ഞാൻ നൽകുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ 39 പേരെയും അതോടൊപ്പം ആ കാവൽക്കാരനെയും പോലെ വിശ്വസ്തരായി അന്ത്യത്തോളം നിൽക്കുവാൻ നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കും ഒരു ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം അവകാശമുള്ളവരായി നാം തീരുവാൻ പോവുകയാണ്. സ്മർണ സഭയുടെ കാലഘട്ടം അത് ഒരു പീഡനത്തിൻ്റെതായ കാലഘട്ടമായിരുന്നു. ഇനി അന്ത്യകാല സമയത്ത് നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. എല്ലാ പ്രവചനങ്ങളും ഈ ഭൂമിയിൽ നിവൃത്തിയായി കഴിഞ്ഞു. യേശുവിൻ്റെ വരനു വേണ്ടി ലോകം ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായി കഴിഞ്ഞു. ഈ സമയത്ത് അതികഠിനമായ ശോധനയിലൂടെ ഈ ലോകം കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകുവാൻ പോവുകയാണ്. വളരെ താമസത്തിന് മുമ്പേ തന്നെ, അധികം സമയം ബാക്കിയില്ലാതെ ലോകത്ത് അതിശക്തമായ ശോധന, അതിശക്തമായ പ്രയാസങ്ങൾ, അതിശക്തമായ കഷ്ടതകൾ ഈ ലോകത്ത് വന്നു ചേരുവാൻ തക്കവണ്ണം പോവുകയാണ്. ഒരുപക്ഷെ സ്മർണ സഭയെക്കാളും അതികഠിനമായ ശോധനയിലൂടെ, അതികഠിനമായ കഷ്ടതയിലൂടെ നാം ഓരോരുത്തരും, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നടന്നെടുക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. കാരണം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പിശാച് അവരെ വെറുക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും പിശാച് ഈ ലോകത്ത് വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെ തകർക്കാമെന്ന് പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം വിശ്വാസത്തോടുകൂടി ആ സമയത്ത് നാം ഒരുമനപ്പെട്ട് ധൈര്യത്തോടുകൂടി ക്രിസ്തുവിൽ നാം ഉറപ്പോടുകൂടി നിന്നില്ല എങ്കിൽ നമ്മെ തള്ളിയിടുവാൻ, നമ്മെ ഓടിച്ച് കയറ്റുവാൻ, വിശ്വാസം തിരിച്ച് ഓടിപ്പോകുവാൻ തക്കവണ്ണം നാം പലപ്പോഴും ഇടയായി തീർന്നിരിക്കാം. ആ 40ാമനെ പോലെ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? പ്രിയമുള്ളവരെ, ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് നമുക്കായി ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം കർത്താവായി ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കും? നിങ്ങൾ എന്തിനെ തിരഞ്ഞെടുക്കും? സ്വർഗം ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നീ എന്ത് തീരുമാനമെന്ന് കൈക്കൊള്ളും? യേശുവിന് വേണ്ടി മരണം വരിക്കേണ്ടി വന്നാലും നിൽക്കുവാൻ തക്കവണ്ണം നീ തീരുമാനമെടുക്കുമോ? അതോ ലോകത്തെ കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുവാൻ, മാറിപ്പോകുവാൻ തക്കവണ്ണം നിങ്ങൾ തീരുമാനമെടുക്കുമോ? ക്രിസ്തു കർത്താവായ ദൈവം, സ്വർഗത്തിലുള്ളതായ സകല സൈന്യം നിങ്ങളെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? നിങ്ങൾ ശരിയായ തീരുമാനം എടുക്കുമെങ്കിൽ സ്വർഗം ആ തീരുമാനത്തെ ഓർത്ത് സന്തോഷിക്കുവാൻ പോവുകയാണ്. എന്നാൽ മറിച്ച് ആ 40ാമത്തെ വ്യക്തിയെ പോലെ നിങ്ങൾ ഓടിക്കയറി ലോകത്തേക്ക് ഓടി ഒളിക്കുവാൻ പോകുകയാണ് എങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് സ്വർഗം കരയുവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇത്രത്തോളം നിമിഷം, ഈ സമയം വരെ നിങ്ങളെ കാത്തു പരിപാലിച്ച സ്വർഗത്തിലെ സർവ്വ സൈന്യങ്ങളും, എല്ലാ മാലാഖമാരും, എല്ലാ ദൂതന്മാരും അവരേവരും നിങ്ങളെ ഓർത്ത് കരയുവാൻ തക്കവണ്ണം പോവുകയാണ്. കാരണം നിങ്ങൾ എത്തുവാൻ അടുത്തതായ സമയത്ത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം സമയമായ ഈ അവസരത്തിൽ നിങ്ങൾ ദൈവത്തെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളെ ഓർത്ത് സ്വർഗവും അതോടൊപ്പം കർത്താവായ ദൈവവും കരയേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ഓടിപ്പോകുവാനിട വരാതെ ധൈര്യത്തോടുകൂടി സ്മർണ സഭയോട് ദൈവം പറഞ്ഞ അതേ വാക്യത്തിൽ ഉറപ്പുകൊണ്ട്
ഉറച്ചവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്ന് വരികിൽ, നമുക്ക് ആ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ, അത് ധരിച്ചുകൊണ്ട് ലോകത്തിൽ വെല്ലുവിളിയായി നിൽക്കുവാൻ, ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു അനുഭവത്തിലൂടെ സ്മിർന സഭ കടന്നു പോയത് കൊണ്ടാണ് തൻ്റെ പേരിൽ ഇപ്രകാരം എഴുതുവാൻ തക്കവണ്ണം കർത്താവായ യേശുവിന് മനസ്സുണ്ടായത്. ഇവിടെ വാക്യത്തിൽ പറയുന്നു, 8-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ജീവിക്കുകയും ചെയ്തവനാണ്. നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്ത് മരിച്ചു പോയേക്കാം, എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്ന ഓരോ വിശുദ്ധനും ദൈവം ജീവനെ നൽകും എന്ന് കർത്താവായ ദൈവം ഇവിടെ പറയുകയാണ്. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ, നിങ്ങൾ ധൈര്യത്തോടുകൂടി നിങ്ങൾ മുൻപോട്ട് പോകുവിൻ. നിങ്ങൾ മരണപര്യന്തം നിങ്ങൾ ജീവനെ സമർപ്പിക്കേണ്ടി വന്നാലും നിങ്ങൾ ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിങ്ങൾ സ്വയം തയ്യാറാകുന്നുവെങ്കിൽ, ഒരിക്കലും നിരാശരാകാതെ, ഒരിക്കലും വിട്ടുകളയാതെ, ഒരിക്കലും നിങ്ങൾ ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകാതെ, നിങ്ങൾ ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിങ്ങൾ ഇടയാകുന്നുവെങ്കിൽ, വേദപുസ്തകം പറയുന്നു, ജീവന്റെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും. സ്മിർന സഭയിലെ ആ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾക്ക് ദൈവം ജീവന്റെ കിരീടം ദാനമായി നൽകുവാൻ പോകുകയാണ്. കാരണം യേശുവിന് വേണ്ടി, വിശ്വസ്ത വേദപുസ്തകത്തിനു വേണ്ടി, അവർ സത്യത്തിനു വേണ്ടി നിലകൊണ്ടവരും അതൊന്നും ഒരിക്കലും വിറ്റുകളയാത്തവരുമായ വിശ്വാസികളായതുകൊണ്ട് ജീവന്റെ കിരീടം അവർ പ്രാപിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി ഈ ലോകത്ത് മരിച്ചുപോയവരാണ്. യേശുവിൻ്റെ വരവെങ്കിൽ അവർക്കെല്ലാവർക്കും ദൈവം ആ സ്വർഗീയ രാജ്യത്തോടൊപ്പം ജീവന്റെ കിരീടവും ദാനമായി കൊടുക്കും എന്ന് ഇവിടെ വാഗ്ദാനം പറഞ്ഞ പ്രകാരം അവർക്കൊക്കെയും ലഭിക്കുവാൻ തക്കവണ്ണം പോകുകയാണ്. നാം എപ്രകാരമായിരിക്കും പ്രിയപ്പെട്ടവരെ? നാം എന്ത് ലഭിക്കുവാനാണ് പോകുന്നത്? ജീവന്റെ കിരീടം നമുക്കായി നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? ലോകം അതികഠിനമായ ശോധനയിലൂടെയും കഷ്ടത്തിലൂടെയും നടന്നീങ്ങുവാൻ പോകുകയാണ്. നാം നമ്മുടെ ചെറിയ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ആ വലിയ കഷ്ടത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം നല്ലവനായ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ഒരുങ്ങുവാൻ തക്കവണ്ണം സ്വയം തീരുമാനമെടുത്താൽ ആ വലിയ പ്രയാസങ്ങളൊക്കെയും പൗലോസ് പറയുന്ന പ്രകാരം അതൊക്കെയും സാരമില്ല എന്നെണ്ണുവാൻ നമുക്ക് തീർച്ചയായും ഈ ലോകത്ത് സാധിക്കും. അപ്രകാരം സാധിക്കുന്നുവെങ്കിൽ, നമുക്ക് അപ്രകാരം സാധിക്കുവാൻ തക്കവണ്ണം നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അതിന് ശക്തമായ ധൈര്യവും ബലവും നമുക്ക് ഉണ്ട് എങ്കിൽ, സ്മിർനയിലെ സഭാവിശ്വാസികളെ പോലെ, ആ 39 പീഡിതന്മാരെ പോലെ, ആ 40-ാമത്തെ കാവൽക്കാരനെ പോലെ ധൈര്യത്തോടെ ഈ ലോകത്തെ വെല്ലുവിളിക്കുവാൻ, ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്ന് മാത്രമല്ല, ആ ജീവന്റെ കിരീടം പ്രാപിക്കുവാനും അത് സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിഷ്കളങ്കനും നേരുള്ളവരുമായി ജീവിക്കുവാനും കാണും നമുക്ക് എല്ലാവർക്കും തീർച്ചയായും സാധിക്കും. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? സ്വർഗം നിങ്ങളെ ഈ സമയത്ത് വീക്ഷിക്കുകയാണ്. നിങ്ങളെന്ത് തിരഞ്ഞെടുക്കുവാനായിട്ട് പോകുന്നു? ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ, സാമ്പത്തികമായ ഭാരങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ, നിങ്ങൾ അതൊക്കെയും കണ്ട് ദൈവത്തെ വിട്ടകന്ന് കൽപ്പനകളെ മാനിക്കാതെ, കൽപ്പനകളെ ചവിട്ടി തേച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി ഓടിപ്പോകുന്ന വ്യക്തികളായി നിങ്ങൾ ജീവിക്കുന്നവരാണോ? സ്വർഗം അപ്രകാരമുള്ളവരെ ഓർത്ത് വിലപിക്കുകയാണ്, കരയുകയാണ്. എന്നാൽ ധൈര്യത്തോടുകൂടി ജീവപര്യന്തം, മരണപര്യന്തം ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, സ്വർഗം നിങ്ങളെ ആ ജീവന്റെ കിരീടം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ ഞങ്ങളുടെ നല്ലവനായ കർത്താവേ, നിങ്ങൾ വിശ്വസ്തനായി ജീവിക്കുവാൻ, മരണം വരിക്കേണ്ടി വന്നാൽ വിശ്വസ്തനായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഈ ലോകത്ത് അങ്ങ് സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.